ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ മക്കളുടെ സോഷ്യൽ സയൻസിൻ്റെ ഓണപരീക്ഷയുടെ മോഡൽ ചോദ്യപേപ്പറാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള മലയാളം മീഡിയത്തിൻ്റെയും ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കഴിഞ്ഞ വർഷം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ STD5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ക്ലാസിഫൈ ആൻഡ് റൈറ്റ് 3 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അർബൻ ആൻഡ് റൂറൽ ഏരിയാസ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അർബൻ ഏരിയാസും റൂറൽ ഏരിയാസും. അത് രണ്ടും തമ്മിലുള്ള കുറച്ച് ഡിഫറൻസസ്, ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ പ്രത്യേകതകൾ എന്ത് ചെയ്യുക, ടേബിൾ ചെയ്യാനാണ്, ക്യാരക്ടറൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റൂറൽ ഏരിയാസിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ സെറ്റിൽമെൻറ്റ്സ് ആയിരിക്കും, പിന്നെ സിമ്പിൾ ലൈഫ് സ്റ്റൈലാണ്, അതുപോലെ നിങ്ങൾക്ക് പീസ്ഫുൾ എൻവയൺമെൻറ്റ് എന്ന് വേണമെങ്കിൽ എഴുതാം. പിന്നെ ലെസ് എക്സ്പെൻസീവ് ആണ്, വലിയ ചിലവൊന്നും റൂറൽ ഏരിയാസിൽ വരുന്നില്ല. ഇനി ഏർബൻ ഏരിയാസിൻ്റെ പ്രത്യേകതകൾ എന്താണ്? തിക്കി പോപ്പുലേറ്റഡ് ആണ്, അതായത് ഒരുപാട് കൺജസ്റ്റഡ് ആയിട്ടായിരിക്കും, ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും, അപ്പോൾ തിക്കിലി പോപ്പുലേറ്റഡ് ആണ്. പിന്നെ ബിസി ആൻഡ് മോഡേൺ ലൈഫ് സ്റ്റൈലാണ്, തിരക്ക് പിടിച്ച നല്ല മോഡേൺ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് അവിടെ ഉള്ളത്. പിന്നെ മോർ എക്സ്പെൻസീവ് ആണ്, അവിടെ ജീവിക്കാൻ കുറച്ചുകൂടെ പണം വേണം, അതായത് കുറച്ചും കൂടെ എക്സ്പെൻസ് ആയിരിക്കും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇത് ഈ 3 ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു പോവുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് വൺ അഡ്വാൻറ്റേജ് ഓഫ് വില്ലേജ് ഓവർ സിറ്റി? സിറ്റിയെ അപേക്ഷിച്ച് വില്ലേജിനുള്ള എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. The villages live very closely together. They gain important to neighborhood relations. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹാവ് യു ഗോൺ ടു മാർക്കറ്റ് ഇൻ യുവർ ലൊക്കാലിറ്റി വിത്ത് അഡൾട്ട്സ്? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള മാർക്കറ്റിലേക്ക് വിത്ത് അഡൾട്ട്സ്, നിങ്ങൾ മുതിർന്നവരോട് കൂടെ പോയിട്ടുണ്ടോ? അതിൽ ക്വസ്റ്റ്യൻ എ നോക്കിക്കേ. വാട്ട് ആക്ടിവിറ്റീസ് ആർ ഗോയിങ് ഓൺ ദർ? അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ്, സംഭവങ്ങൾ എന്തൊക്കെയാണ് മക്കളെ? വേരിയസ് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആർ സോൾഡ്. വെജിറ്റബിൾ വെൻഡേഴ്സ് ബൈ വെജിറ്റബിൾസ് ഫ്രം ഫാമേഴ്സ് ആൻഡ് സെൽ ദം. സെല്ലർ ട്രേഡ് ഫ്രീലി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്താണ്? ഒരു മാർക്കറ്റിൽ നടക്കുന്ന സംഭവങ്ങളാണ് അല്ലേ. ഇനി ക്വസ്റ്റ്യൻ ബി നോക്കൂ. എ പോപ്പുലർ ഫൺ കോമ്പറ്റീഷൻ ഇൻ റൂറൽ ഏരിയാസ്. ഗ്രാമങ്ങളിൽ പ്രത്യേകിച്ച് നടക്കുന്ന ഒരു കോമ്പറ്റീഷൻ, മത്സരം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് കാളപൂട്ട് മത്സരം വേണമെങ്കിൽ എഴുതാം, അതായത് ബുൾ സർഫിംഗ് കോമ്പറ്റീഷൻ. അപ്പോൾ അത് ബുൾ സർഫിംഗ് കോമ്പറ്റീഷൻ ഹെൽഡ് ഇൻ ഫീൽഡ്സ് ദാറ്റ് ഹാവ് ബീൻ പ്ലഫ്ഡ് ഫോർ ദ സെക്കൻഡ് ക്രോപ്പ് ആഫ്റ്റർ ഹാർവെസ്റ്റ്. എപ്പോഴാണ് മക്കളെ കാളപൂട്ട് മത്സരം നടക്കുന്നത്? ഒരു തവണ വിളവെടുത്ത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ തവണയ്ക്ക് വേണ്ടിയിട്ട്, വിളവറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പാടത്ത് നടത്തുന്ന കോമ്പറ്റീഷനാണ് ബുൾ സർഫിംഗ് ഹോം കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ കാളപൂട്ട് മത്സരം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അപ്പോഴാണ്, ആ സമയത്താണ് നമ്മൾ ഈ കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. പീലി ഗേവ് ഡെലീഷ്യസ് ഫുഡ് ടു ഹെർ ഫ്രണ്ട്സ് ബിക്കോസ് ഹെർ ഫാദർ ഈസ് എ വില്ലേജ് ഫാമർ. ഷാൾ വി ഇൻ്റർവ്യൂ പീലീസ് ഫാദർ? പ്രിപ്പയർ എ ക്വസ്റ്റ്യനെയർ ഫോർ ദാറ്റ്. പീലിക്ക് അവളുടെ അച്ഛൻ ഒരു കർഷകനായതുകൊണ്ട് തന്നെ അവളുടെ കൂട്ടുകാർ വന്നപ്പോൾ നല്ല ഭക്ഷണം കൊടുക്കാനായിട്ട്, സ്വാദിഷ്ടമായ ഭക്ഷണം കൊടുക്കാനായിട്ട് സാധിച്ചു. പീലിയുടെ അച്ഛനെ ഇൻ്റർവ്യൂ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെയാണ് ചോദിക്കാം? വാട്ട് ക്രോപ്സ് ആർ ദർ ഇൻ ദിസ് വില്ലേജ്? ഈ വില്ലേജിലുള്ള ക്രോപ്സ്, വിളകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ഹൗ ഡു യു ഗെറ്റ് സച്ച് ഡെലീഷ്യസ് ഫുഡ്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കാൻ കിട്ടുന്നത് എന്ന് ചോദിക്കാം. ഈസ് ഫാമിംഗ് ഡൺ അലോൺ? ഫാർമിങ് ഒറ്റയ്ക്കാണോ ചെയ്യുന്നത് എന്ന് ചോദിക്കാം. ഹു ഈസ് ദെയർ ടു ഹെൽപ്പ്? നിങ്ങളെ സഹായിക്കാൻ, കൃഷിയിൽ സഹായിക്കാൻ ആരൊക്കെയാണുള്ളതെന്ന് ചോദിക്കാം. ഈസ് വെജിറ്റേറ്റീവ് ഫാമിംഗ് പ്രോഫിറ്റബിൾ? വെജിറ്റേറ്റീവ് ഫാമിംഗ് ലാഭകരമാണോ എന്ന് ചോദിക്കാം. അപ്പോൾ അതൊക്കെ കുറച്ച് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫുഡ് ഈസ് വൺ ഓഫ് ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഫോർ ഹ്യൂമൻ എക്സിസ്റ്റൻസ്. മനുഷ്യർക്ക് ജീവിക്കാനും മനുഷ്യൻ്റെ ജീവിതത്തിൽ നിലനിൽപ്പിന് വേണ്ട അത്യാവശ്യ ഘടകങ്ങളിൽ ഒന്നാണ് എന്ത്? ഫുഡ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ എ. വാട്ട് വർ ദ തിങ്സ് യൂസ്ഡ് ആസ് ഫുഡ് ബൈ പ്രൈമിറ്റീവ് മാൻ? പ്രൈമിറ്റീവ് മാൻസ്, ആദിമ മനുഷ്യർ ഭക്ഷണമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ലീവ്സ്, ഫ്രൂട്ട്സ്, ട്യൂബേഴ്സ്, ഗ്രെയിൻസ് അല്ലെ. ഇലകളും പഴങ്ങളും ധാന്യങ്ങളും ഒക്കെ ആയിരുന്നു അവർ ആഹാരമായിട്ട് ഉപയോഗിച്ചിരുന്നത്. വാട്ട് ഫുഡ് ഡിഡ് ഏർലി ഹ്യൂമൻസ് ഗെറ്റ്സ് ത്രൂ ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ്? ആദിമകാല മനുഷ്യർക്ക് വേട്ടയാടലിലൂടെയും അതുപോലെ വേട്ടയാടലിലൂടെയൊക്കെ കിട്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് ചോദ്യം. എന്തൊക്കെയാണ്? ഫ്രൂട്ട്സ്, ട്യൂബേഴ്സ്, റൂട്ട്സ്, ലീവ്സ്, എഗ് ആൻഡ് ഷെൽസ് അല്ലേ. ഈ ഫുഡ്സൊക്കെ ആയിരുന്നു അവർക്ക് വേട്ടയാടലിലൂടെ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ.
ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. ഹൗ ഡിഡ് ഏർലി ഹ്യൂമൻസ് സ്റ്റാർട്ട് ഫാമിംഗ്? ആദിമകാല മനുഷ്യർ എങ്ങനെയാണ് കൃഷി ആരംഭിച്ചത്, എങ്ങനെയാണ് ഫാമിംഗ് തുടങ്ങിയത് എങ്ങനെയാണ്? ആൻസർ നോക്കൂ. ഏർലി ഹ്യൂമൻസ് സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് അഗ്രികൾച്ചർ വെൻ ദേ നോട്ടീസ്ഡ് സീഡ്ലിംഗ് സ്പ്രൗട്ടിംഗ് ഫ്രം ഡിസാർഡഡ് ഫുഡ് ഐറ്റംസ്. അവർ ഉപേക്ഷിച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങളിൽ നിന്ന്, മാലിന്യങ്ങളിൽ നിന്ന് വിത്ത് മുളച്ചു വന്ന് തയ്യാവുന്നത് അവരാദ്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അല്ലേ. ഇഫ് ദ സീഡ്സ് വെർ ലെഫ്റ്റ് ഓൺ ദ റോക്കി ദേ വുഡ് ഡ്രൈ ഔട്ട്. ഈ വിത്ത് തന്നെ പാറക്കഷ്ണത്തിലോ വല്ല കല്ലിന്മേലാണോ ഇട്ടതെങ്കിൽ അത് മുളയ്ക്കാതെ അത് ഡ്രൈ ഔട്ടായി പോകുന്നത് അവരെ ശ്രദ്ധിച്ചു, ഉണങ്ങിപ്പോകുന്നത് അവർ ശ്രദ്ധിച്ചു. ഇഫ് പുട്ട് ഇൻ വാട്ടർ ദേ വുഡ് ഗെറ്റ് റോട്ടൺ. വെള്ളത്തിലിടുകയാണെങ്കിൽ ആ വിത്ത് എന്താവുന്നു, ചീഞ്ഞു പോകുന്നു. However, humans learned that seeds germinate in moist and warm soil. അങ്ങനെ അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് അവർക്ക് എന്ത് മനസ്സിലായി? നനഞ്ഞതും വാമായിട്ടുള്ളതുമായിട്ടുള്ള ചെറിയ ചൂടുള്ളതുമായിട്ടുള്ള മണ്ണിൽ കിടന്നാലാണ് വിത്ത് ജെർമിനേറ്റ് ചെയ്യുക, വിത്ത് മുളച്ചു വരുന്നതെന്ന് അന്നത്തെ കാലത്തെ മനുഷ്യർക്ക് മനസ്സിലായി. ദസ് കൾട്ടിവേഷൻ ഓഫ് ക്രോപ്പ് സ്റ്റാർട്ടഡ്. അങ്ങനെയാണ് അവർ എന്ത് ചെയ്തത്? കൾട്ടിവേഷൻ തുടങ്ങിയത്, ഫാമിങ് തുടങ്ങിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് വർ ദ ഫസ്റ്റ് ക്രോപ്സ് കൾട്ടിവേറ്റഡ് ബൈ ഹ്യൂമൻസ്? മനുഷ്യർ ആദ്യമായിട്ടുണ്ടാക്കിയ ക്രോപ്പ് എന്തായിരുന്നു? എന്തൊക്കെയാണ്? വീറ്റ്, ബാർലി, ലിറ്റിൽ മില്ലറ്റ്, ട്യൂബേഴ്സ്, അതൊക്കെയായിരുന്നു കേട്ടോ അവർ ആദ്യമായിട്ടുണ്ടാക്കിയത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെൻഷൻ ദ മെയിൻ ഫീച്ചർ ഓഫ് ഹാരപ്പൻ കൾച്ചർ. ഹാരപ്പൻ കൾച്ചറിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഫീച്ചർ എന്തായിരുന്നു? ഗ്രാനറി ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്. റൈറ്റ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേണിംഗ് പോയിന്റ് ഓഫ് ദ ഹ്യൂമൻ ഹിസ്റ്ററി. മനുഷ്യൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ടേണിംഗ് പോയിന്റ് എന്തായിരുന്നു എന്താണ് മക്കളെ? ഡിസ്കവറി ഓഫ് വീല്, ചക്രത്തിൻ്റെ കണ്ടുപിടുത്തമാണ് വലിയൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്. പ്രിപ്പയർ എ നോട്ട് ഓൺ മിശ്രഭോജനം. മിശ്രഭോജനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ, അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ എഴുതാം? ഓൺ 29th May 1917 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സഹോദരൻ അയ്യപ്പൻ an inter dining named മിശ്രഭോജനം വാസ് ഓർഗനൈസ്ഡ് അറ്റ് ചെറായി ഇൻ എറണാകുളം ഡിസ്ട്രിക്റ്റ്. 1917 മെയ് 29 എറണാകുളം ജില്ലയിലുള്ള ചെറായിൽ വെച്ചിട്ടാണ് സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ ഇന്റർ ഡൈനിങ് എന്ന് വെച്ചാൽ പല ജാതിയിലും പല മതത്തിലുള്ള ആളുകളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു പരിപാടി നടന്നത്. This protest was held against the denial of rights of all sections of the people to dine together. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് അന്നത്തെ കാലത്ത് എന്തായിരുന്നു? എതിർപ്പായിരുന്നു അല്ലെ. അപ്പോൾ താഴ്ന്ന ജാതിയിലുള്ള ആളുകൾക്ക് ഉയർന്ന ജാതിയിലുള്ളവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ളതിന് എതിർപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനെതിരെയാണ് ഈ പ്രൊട്ടസ്റ്റ് നടന്നത്. ദിസ് റിവീൽസ് ദ സോഷ്യൽ ഇൻഇക്വാലിറ്റി ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ കേരള. കാസ്റ്റ് സിസ്റ്റം വാസ് ദ കോസ് ഓഫ് ദിസ് ഇൻഇക്വാലിറ്റി. അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഇൻഇക്വാലിറ്റി, സമത്വമില്ലായ്മ അല്ലെങ്കിൽ എന്താ വിവേചനത്തിനെതിരെയായിരുന്നു ഈ മിശ്രഭോജനം എന്നുള്ള പരിപാടി നടന്നത്, ഈ പ്രൊട്ടസ്റ്റ് നടന്നത്. അപ്പോൾ അന്നത്തെ കാസ്റ്റ് സിസ്റ്റത്തിന് എതിരായിട്ടായിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അടുത്ത ചോദ്യം നോക്കൂ. എക്സ്പ്ലെയിൻ സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച്, ബാർട്ടർ സിസ്റ്റം. എന്താണ് ബാർട്ടർ സിസ്റ്റം അല്ലെങ്കിൽ കൈമാറ്റ സമ്പ്രദായം എന്താണ്? എക്സ്ചേഞ്ച്, സിസ്റ്റം ഓഫ് എക്സ്ചേഞ്ച് എന്താണെന്നാണ് ചോദ്യം. ബിഫോർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ സിസ്റ്റം ഓഫ് ദ കോയിനേജ് there was a practice of exchanging goods with each other. This method of exchange is known as barter system. നാണയങ്ങളുടെ പണത്തിൻ്റെയൊക്കെ കണ്ടുപിടുത്തത്തിന് മുന്നേയായിട്ട് ആളുകൾ സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു? ഒരാളുടെ അടുത്തുള്ള സാധനം മറ്റൊരാൾക്ക് കൊടുത്ത് അയാളുടെ കയ്യിലുള്ള സാധനം വാങ്ങുക. അതായത് ഇപ്പോൾ ഒരാൾക്ക് വേണ്ടത് ചക്കയാണ്, ഇയാളുടെ കയ്യിൽ കൊടുക്കാനുള്ളത് അരിയാണ്. മറ്റൊരാൾക്ക് വേണ്ടത് അരിയാണ്, അയാളുടെ കയ്യിലുള്ളത് ചക്കയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ചക്ക നമ്മൾ അരിയുള്ള ആൾക്ക് കൊടുക്കും, എന്നിട്ട് അയാളുടെ കയ്യിൽ നിന്ന് അരി വാങ്ങും. അരിയുള്ള ആൾ അരി അയാൾക്ക് കൊടുക്കും, അയാളുടെ കയ്യിൽ നിന്ന് ചക്ക വാങ്ങും. മനസ്സിലായോ? അപ്പോൾ ഈ രീതിയിൽ ഒരാളുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങി മറ്റൊരാൾ വാങ്ങി മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഇല്ലാത്ത സാധനം ഇങ്ങോട്ട് തിരിച്ചു വാങ്ങുന്നതിന് എന്താണ് പറയുക? ബാർട്ടർ സമ്പ്രദായം, ബാർട്ടർ സിസ്റ്റം എന്നാണ് പറയുക. അപ്പോൾ ഇത് കോയിനേജിൻ്റെ നാണയം കണ്ടുപിടിക്കുന്നതിൻ്റെ മുന്നേയുള്ള സിസ്റ്റമായിരുന്നു കേട്ടോ. സച്ച് എക്സ്ചേഞ്ചസ് ബ്രോട്ട് ഔട്ട് മെനി ചേഞ്ചസ് ഇൻ സൊസൈറ്റി. ഈ ബാർട്ടർ സിസ്റ്റം നമ്മളുടെ സൊസൈറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ആർ ദ കോസസ് ഓഫ് പോവേർട്ടി? ദാരിദ്ര്യത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റാർവേഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, വാർ, അൺഎംപ്ലോയ്മെൻറ്റ്, ഇനീക്വാലിറ്റി ഇൻ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ ആർ ദ മേജർ കോസസ് ഓഫ് പോവേർട്ടി. അപ്പോൾ തൊഴിലില്ലായ്മയും അതുപോലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, സമത്വമില്ലായ്മ, പിന്നെ നമ്മളുടെ സ്വത്തിലുള്ള ഇനീക്വാലിറ്റി, പിന്നെ വിശപ്പ്, ഇതൊക്കെയാണ് യുദ്ധം, ഇതൊക്കെയാണ് വാറൊക്കെയാണ് നമ്മുടെ പോവേർട്ടിക്കുള്ള ദാരിദ്ര്യത്തിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ.
അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മളുടെ 4 ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലെ ഏകദേശം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു പോവുക. എന്ത് ചെയ്യുക, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നല്ലപോലെ നോക്കിയിട്ട് പോവുക കേട്ടോ. അതുപോലെ നല്ല 4 ചാപ്റ്റേഴ്സ് നല്ലതുപോലെ പഠിച്ചു പോവുക. അടുത്ത ചാപ്റ്റേഴ്സിൻ്റെ അടുത്ത സബ്ജക്റ്റിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ ക്ലാസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്